തോട്ട് സോണിന്റെ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. തോട്ട് സോൺ അങ്ങനെ ചേഞ്ച് ആവുമെന്നുള്ള വർഷങ്ങളായിട്ട് ഒരേ പാറ്റേണിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു തോട്ട് സോൺ അല്ലെങ്കിൽ ഒരു തോട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ചിന്താ രീതി ഒരു സുപ്രഭാതത്തിൽ മാറിക്കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് പലർക്കും ഉള്ളൊരു സംശയം. ചിലർ പറയുന്നത് എന്റെ തോട്ട് സോൺ മാറുമോ, എന്റെ തോട്ട് സോൺ മാറില്ല എന്നൊക്കെ. സോ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഫെബ്രുവരി 10, 2025 തിങ്കളാഴ്ച. മനുഷ്യന്റെ ചിന്താ രീതിയും ചിന്താഗതിയും ചിന്തിക്കുന്ന രൂപഭാവവും പാറ്റേണും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാറിക്കിട്ടാൻ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. സിമ്പിളായിട്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ചിന്ത രൂപപ്പെടുത്തുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളുടെ ഒരു പ്രായം എത്തുന്ന ഒരു മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് നമ്മെ ഒരു പർട്ടിക്കുലർ ചിന്തയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവും ആൾറെഡി. ഇനി ആ ചിന്തയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്, ആ ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള കാര്യം, ആ ചിന്ത മെച്യൂർഡ് ആവുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി മെച്യൂരിറ്റി, തിങ്കിങ് ലെവൽ മെച്യൂരിറ്റി കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ്. അപ്പോൾ മനുഷ്യന് ബോധം വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച രൂപത്തിലല്ല, ഞാൻ പറഞ്ഞ രൂപത്തിലല്ല, ഞാൻ പറയേണ്ട രൂപത്തിലല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു ഞാൻ ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന രൂപമല്ല ശരി എന്നൊക്കെ തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം. അതാർക്കും എന്തുമാവാം. നമുക്കൊരു പ്രായത്തെ കൃത്യമായി പറഞ്ഞുകൂടാ. ഏത് പ്രായത്തിലാണ് അങ്ങനെ ഉണ്ടാവുക, അത് 6-ാം വയസ്സിലുണ്ടാവോ, 15-ലുണ്ടാവോ, 25 വയസ്സായാലും ഉണ്ടാവോ, 50 വയസ്സിലാവോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിന്താപരമായ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, തോട്ട് സോണിന്റെ മെച്യൂരിറ്റി, ചില ആളുകളൊക്കെ വളരെ നശയിലായിരിക്കും. നശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മന്ദിപ്പോ അല്ലെങ്കിൽ ഒരു ബോധക്കേടോ അല്ലെങ്കിൽ ഒരു തരം ലഹരിയിലായിരിക്കും. അപ്പോൾ അവർക്ക് ചിന്തയിൽ പോലും ലഹരി ബാധിച്ച ആളുകളുണ്ടാവും. ചെറിയ ചെറിയ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ട് ലഹരി ബാധിച്ച, ചിന്തകളിൽ ലഹരി ബാധിച്ച ആളുകൾക്ക് ചിന്തകളുടെ മെച്യൂരിറ്റി തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുത്തു വരും. എന്താണ് ചിന്തയിലെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ മനസ്സിന്റെ ഇംഗിതങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും രസങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ആവേശം കാണിച്ച് പെരുമാറുന്ന ആളുകൾ. അപ്പം സമയവും കാലവും നേരവും ആളും ഒന്നും നോട്ടമില്ലാതെ സംസാരിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊരു അൺമെച്യൂർ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഇത് ശരിക്കും ആക്ച്വലി സൂചിപ്പിക്കുന്നത്. അതിന് പകരം ആ കുട്ടിയുടെ പക്വത കണ്ടില്ലേ, ആളുകളോട് സംസാരിക്കേണ്ട രീതിയിൽ ആ കുട്ടി സംസാരിച്ചു, മുതിർന്നവരോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറി. ചില വീടുകളൊക്കെ പോയാൽ നമ്മൾ ചില കുട്ടികളെ കാണാം, വളരെ മികച്ച പെരുമാറ്റം എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയും, സർട്ടിഫൈ ചെയ്യും. ബേസിക്കലി അവരുടെ ഏജിനേക്കാൾ കവിഞ്ഞ പക്വത കാണിച്ചു എന്നൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, ചിലരുടെ പക്വത അവരെക്കാൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെയും മെജോറിറ്റി ഓഫ് പീപ്പിളിന്റെ പക്വത നമ്മൾ കണ്ടിട്ടുള്ളത് അതിനേക്കാൾ കൂടിയ വയസ്സിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏതൊരാൾ ഏത് വയസ്സിൽ മെച്യൂരിറ്റി ആർജിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മളുടെ ചില ഇഷ്ടത്തിന്റെ പുറകിലും ചില ആളുകളൊക്കെ ഒരു ഏത് രൂപത്തിൽ എൻ്റെ നാട്ടിൽ അങ്ങനെ കുറച്ച് ആളുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അവരുടെ സംസാരിക്കാൻ കുറച്ച് സമയം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, പിന്നീട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കുക. അവർ സഭയെ നോക്കാറില്ല, ആളെ നോക്കാറില്ല, വിഷയം നോക്കാറില്ല, അതിന്റെ ഗൗരവമൊന്നും അവർ കാണാറില്ല. അവരിങ്ങനെ, അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഒരു പർട്ടിക്കുലർ വിഷയവുമായിട്ട് സംസാരിക്കാൻ പോലും, അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അതൊക്കെ വലിയൊരു ചാലഞ്ചാണ്. ഈ ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരുടെ അടുത്ത് അടിമയെ പോലൊക്കെ നിൽക്കേണ്ട അവസ്ഥയെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോഴാണ് മനസ്സിലാവും. എന്താ കാരണം, പുള്ളിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി പ്രത്യേക തരം ഒരു മന്ദിപ്പാണ്. എന്താ കാരണം, കുട്ടിക്കാലം മുതലേ പുള്ളി കേട്ട പാട്ട് എന്താണ്? പുള്ളി കേട്ട പാട്ട് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുമായി ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ട്. എന്താണ് ആ പാട്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എങ്ങനെ വാതിൽക്കൽ നിൽക്കുന്ന എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ. ഇനി വരികൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. അറിയുന്നവർക്കൊന്ന് പാടാം.
പൂന്തിങ്കളാകുന്നു ഭാര്യ. അല്ല അതല്ലേ? അതാണ്. പൂമുതൽ വാദിക്കൽ. ആ, യെസ്. അതിലിങ്ങനെ വളരെ മനോഹരമായിട്ട് കുറെ വരികളുണ്ട്. ഈ വരി കുട്ടിക്കാലം മുതല് തന്റെ ഭാര്യാ സങ്കല്പത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വരിയ. അപ്പോ തനിക്ക് വരുന്ന ഭാര്യ, അല്ലെങ്കിൽ വന്ന ഭാര്യ ആ, അങ്ങനെ കർമ്മത്തിൽ ദാസിയും കാര്യത്തിൽ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാര്യ ആയിരിക്കും. ആയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണൊക്കെ കണ്ട് സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച ഒരാളുടെ ആ ഒരു ഭർത്താവ് എന്ന മലയാള പദത്തിന്റെ ഭരിക്കുന്നവനും, ഭാര്യ എന്ന മലയാള പദത്തിലെ ഭരിക്കപ്പെടുന്നവളുമാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ വളർന്നു വന്ന ഒരു ഒരു നശ അയാൾക്കുണ്ടെങ്കിൽ, ഒരു ലഹരി അയാളുണ്ടെങ്കിൽ, വന്നു കയറിയ ഭാര്യയോട് പെരുമാറാനുള്ള സാധ്യത മുഴുവനും ഭരിക്കുന്ന ആളെ പോലെ ആയിരിക്കും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് എന്താണ്? എന്തു പറഞ്ഞാലും അതിനെതിരെ ഒരു ഈ ഗംഭീരമായിട്ടുള്ള തിരിച്ചു മറുപടിയും കാര്യവും ഇത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ഒന്നുമല്ല. ഭരിക്കുന്ന ആള് ഭരണാധികാരി ചെയ്യുന്ന ആ ഒരു ഏകാധിപതി ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്ത് കൂട്ടുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ ഏകാധിപത്യമായിരിക്കും അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഭരണം. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഭരണവും ഭരണരീതിയും ഒക്കെ ഏകാധിപത്യവും. അങ്ങനത്തെ ഒരു ഭർത്താവായിരിക്കും അദ്ദേഹം. അങ്ങനത്തെ ഒരു ഭാര്യയുടെ അടുത്ത് ഭാര്യയ്ക്ക് തിരിച്ചിട്ട് ഭർത്താവിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാൻ ആലോചിച്ചിട്ട് ഇത് പറയുമ്പോഴേക്ക് 27 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഓരോ ദിവസവും പറയാൻ വേണ്ടി വരുമ്പോൾ ഈ മനുഷ്യനോട് പറയാൻ പറ്റില്ല, അദ്ദേഹം ഇപ്പം നല്ല മൂഡിലല്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുക. അപ്പൊ അത് അവതരിപ്പിക്കാൻ അപ്പൊ പറ്റാതായിട്ടുണ്ടാവും. അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള ഗുരുതരമായ ചിന്താപരമായ ലഹരി ബാധിച്ച ആളുകൾ മെച്യൂർ ആവാൻ വളരെ സമയം. അപ്പൊ നമുക്കിത് മെച്യൂർ ആവേണ്ടേ? അതെ, ഇവിടെയാണ് അറിവില്ലായ്മയാണ് നമ്മുടെ ശത്രു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്റർ അതിന് പ്രാധാന്യം നൽകുന്നത് ശരിക്കും നമ്മളുടെ അറിവില്ലായ്മ നമ്മുടെ ശത്രുവാണ്. മെച്യൂരിറ്റി ഉണ്ടാവേണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യനായി റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം ഇണ എന്നുള്ള പദവിയിൽ നിർത്തിക്കൊണ്ട് പെരുമാറുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മെന്റൽ രീതി അല്ലെങ്കിൽ മാനസികാവസ്ഥയെ വളർത്തിക്കൊണ്ടുവരുന്ന. അപ്പൊ അതിന് വായന ആവശ്യമാണ്, കേൾവി ആവശ്യമാണ്, പഠനം ആവശ്യമാണ്, മെന്റേഴ്സ് ആവശ്യമാണ്, അതിന് ഗുരുക്കൾ ആവശ്യം, ഗുരുനാഥന്മാർ ആവശ്യമാണ്, സഭകളിൽ കൂടേണ്ടത് ആവശ്യമാണ്. ഇതൊന്നിനും പറ്റാത്ത ഒരു ബ്രോയിലർ കോഴിയെ പോലെ ഏതോ ഒരു പർട്ടിക്കുലർ ചിന്തയുള്ള, മണമുള്ള, രീതിയുള്ള ഒരു സ്ഥലത്ത് വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചിങ് ആയിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള പുതിയ സഭകളിലൂടെ, പ്രഭാതങ്ങളിലൂടെ പുതിയ ചിന്തകൾ ഉണ്ടാക്കി ഇവിടെ തിരിച്ചറിവും തിരുത്തും ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഭാര്യയെ വിളിച്ചിരുത്തിട്ട് പറയാം, അയ്യോ, ഒരുപാട് വർഷക്കാലമായിട്ട് ഞാനൊരു പ്രത്യേക രീതിയിൽ ഒരു സ്വച്ഛാധിപതിയെ പോലെയാണല്ലോ നിന്നോട് പെരുമാറിയത്, എന്നോട് ക്ഷമിക്കണം, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം, കൺട്രോൾ ആൾട്ട് ഡിലീറ്റ്, പറയാൻ പറയാനുള്ളതൊക്കെ ഒന്ന് പറയുമെന്ന് പറയുമ്പം ഭാര്യ ഒരുപക്ഷെ ആ 34-ാം വർഷത്തിൽ പൊട്ടിത്തെറിച്ചാൽ അതൊരു മാത്രമായി കരുതി ക്ഷമിച്ച് അവിടുന്ന് അങ്ങോട്ട് മനോഹരമായ ജീവിതം നയിക്കാൻ സാധിക്കും. ആ ഓപ്പർച്യൂണിറ്റി അവർക്ക് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊടുക്കുകയും അവിടുന്ന് അങ്ങോട്ട് സമരസപ്പെട്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. പക്ഷെ അതൊക്കെ ചിന്താഗതിയിലുള്ള തിങ്കിങ് പാറ്റേണിലുള്ള ചേഞ്ചസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോ നമുക്ക് പാറ്റേണുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തോട്ട് സോണിലുള്ള മാറ്റം ഉണ്ടാവാത്തിടത്തോളം കാലം നമ്മളുടെ വേർഡ് സോണുകൾ ഇൻകറക്റ്റുകളായിരിക്കും, വളരെ മോശമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയേണ്ട സമയമില്ല. എന്നൊക്കെ പറയുന്നതിന് പകരം എത്രയോ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. മലയാള ഭാഷ മനോഹരമായ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം സാഹചര്യം നമുക്ക് ഉണ്ടാക്കുന്നതുണ്ട്. ഭാഷയ്ക്ക് നമുക്കറിയാം ഒരുപാട് അക്ഷരങ്ങളും ഒരുപാട് രീതികളും സാഹിത്യവും ഒക്കെ ഉള്ള വലിയ ഭാഷയാണ്. അതിലേക്കൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും വളരുകയും പ്രയോഗവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ അത് വലിയ മനോഹാരിത ഉണ്ടാക്കി തരും എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. അതുകൊണ്ട് ചിന്തിക്കുന്ന ഏരിയ, തോട്ട് സോൺ കൃത്യമായിട്ട് ഒന്ന് തിരിച്ചറിയണം. എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടാക്കി തന്ന ഒരു ചിന്താ രീതിയിൽ ഇങ്ങനെ പോയി അത് എന്നെ തന്നെ വളർത്തുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി, ഞാൻ വളരുന്നതിൽ നിന്ന് തടസ്സമുണ്ടായി, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്നെ വെറുക്കുന്നതിന് കാരണമായി, അവര് എന്നെ മറ്റു രൂപത്തിൽ കാണുന്നതിനത് കാരണമായി എന്ന് ഉണ്ടെങ്കിൽ അതൊരു തിരിച്ചറിവാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ ചിന്തയിലേക്ക്, മനോഹരമായ ആളുകളെ നിങ്ങളിലേക്ക്, അവനവനിലേക്ക് ആകർഷിക്കാൻ മാത്രം മനോഹരമായ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയ മറ്റൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കാലഘട്ടം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 10 വർഷമാണ് ആയുസെങ്കിൽ വെറും 3650 ദിവസമേ ബാക്കിയുള്ളൂ എഴുതി വെക്കുകയാണെങ്കിൽ.
അത് പെട്ടെന്ന് തീരും. നമ്മൾ ഇന്നലെ സംസാരിച്ച് ഇന്നെത്തുമ്പോഴേക്ക് 24 മണിക്കൂർ തീർന്നു പോയത് നമ്മളെ പോലും അറിഞ്ഞില്ല. എന്താണ് പ്രൊഡക്റ്റീവായിട്ട് ഇന്നലെ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ തോട്ട്സ് ഓൺ ഇന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് വലിയ ഡിലേ ഒന്നുമില്ല. അത് തിരിച്ചറിവിൽ നിന്നാണ് തോട്ട്സ് ഓൺ ചേഞ്ച് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങും സംഭവിക്കുന്നത് തോട്ട് സോണിലാണല്ലോ. ആ തിരിച്ചറിവ് ഏത് ഡിസിഷൻ മേക്കിങ്ങും തിരിച്ചറിവിൽ വെൻ വി റിയലൈസ്ഡ് സംതിങ്, നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് ഇന്നാവാം, ഈ ഫെബ്രുവരി 10 ഫെബ്രുവരി 10 2025 തിങ്കളാഴ്ച രാവിലെ മനോഹരമായ ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാം. അതല്ല, ഇത് പിന്നീട് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ഒരാൾ ആ സമയം ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസിഷൻ ഉണ്ടാക്കാം. അപ്പം നോളജ് നമ്മൾ ട്യൂൺ ചെയ്ത ഏതോ ഒരു നോളജും അല്ല യഥാർത്ഥ നോളജ് എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് വലിയ തിരിച്ചറിവ്. ഞാൻ പഠിപ്പിക്കപ്പെട്ട അറിവാണ് വലിയ അറിവ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു കിടക്കലാണ് ഏറ്റവും വലിയ അറിവ്. അതൊക്കെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലേക്കുള്ള ഒരു പ്രയാണം, തോട്ട് സോണിന്റെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഗതികെട്ടവൻ ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ നോക്കിയൊക്കെ സംഭവിച്ചത് തോട്ട് സോണിൽ, അവരുടെ ഒരു ബിസിനസ് തോട്ട് സോണിൽ ഉണ്ടായ ഗുരുതരമായ പ്രതിസന്ധി. ഓരോ ബിസിനസ്സുകാരനായിരുന്നാലും ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നാലും ഓരോന്നിനും ആ തോട്ട് സോണാണ് വളർത്തുന്നതും വിജയിപ്പിക്കുന്നതും. ചേഞ്ച് ചെയ്യാം നമുക്ക് നമ്മളുടെ മനോഹരമായ തോട്ട് സോണിനെ. വിഷിംഗ് യു all the very best. Have a great day. God bless. Thank you so much and love you all. Thank you, sir. Thank you so much. Thank you. Thank you, sir. Thank you. Thank you, madam. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you, sir. Thank you.